എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് 44 സൈസ് കട്ടോരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് പേപ്പർ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 14.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇഞ്ച് ഇതേപോലെ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇവിടെ ആം ഹോള് 6 ഇഞ്ച് കൊടുക്കാം. ചെസ്റ്റ് കൂടുതലായതുകൊണ്ട് ആം ഹോള് 6 ഇഞ്ച് മതി. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൊടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 9 ഇഞ്ച്, 1 ഇഞ്ച് ടക്കിന് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്. ഇവിടെ തയ്യത്തുമ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്ക് ബാക്ക് നെക്ക് 9 ഇഞ്ചാണ്. 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നെക്ക് വരയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാം. ഇതാണ് ലൈന്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതൊന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ ഒരു 4 ഇഞ്ച് കൂടുതലുണ്ട്. ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു 4 ഇഞ്ച്, അത് തയ്ക്കുന്ന സമയത്ത് ഈ 4 ഇഞ്ച് ഇവിടെ നിന്ന് കുറച്ചെടുത്താൽ മതി. അതായത് ബാക്ക് ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ ലൂസ് വരും. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് ഇതേപോലെ കുറച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിറ്റിംഗ് കിട്ടും. അതിനനുസരിച്ച് ഇവിടെയും തയ്യത്തുമ്പോൾ കുറച്ചാൽ മതി. ഇനി ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുക. ടക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 1/2 ഇഞ്ച് രണ്ട് സൈഡിലേക്കും വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് പിന്നീട് ഫ്രണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇത് വെച്ചിട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ടിൽ വന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. അതിനുശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി ഇവിടെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്. 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്ത് വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അത് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ടാണ്. ഈ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അതേപോലെ തയ്യത്തുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ കട്ടോരി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ബസ്റ്റ് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം
ഏകദേശം 7.25 ഇഞ്ച് വരും. അതിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാണ്ട്. ഇവിടെ നിന്ന് ഈ കുഴിച്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബസ് പോയിൻ്റ് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൽ കൂടെ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി ഓർത്ത് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇവിടെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം. ക്രോസ് പട്ടി വേസ്റ്റ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 9. ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു 4 ഇഞ്ച് ചേർക്കുക. 9.25. ഇങ്ങോട്ടൊരു 4 ഇഞ്ച് അധികം ചേർക്കാം. 9.5 ഇഞ്ച് ചേർക്കുക. ഇവിടെ അല്പം ക്രോസ് ആയിട്ടാണ് വരിക. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ്റെ സൈസ് കൂട്ടിയെടുക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതേപോലെ ഇതിനൊപ്പം മാർക്ക് ചെയ്യുക. ഇവിടെ ഈ 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ചേർത്ത് വരയ്ക്കുക. ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും അതേപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ എത്ര അകലുണ്ടെന്ന് നോക്കുക. അത് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. വേസ്റ്റ് ആകെ വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 6 ഭാഗമാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. 7.25 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി 3.6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ നിന്നും 3.6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിലേക്ക് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് മടക്കാം. എന്നിട്ട് ഇവിടെ ഒരടയാളം ഇടുക. ഈ അടയാളം നമ്മൾ ടക്ക് അടയാളപ്പെടുത്താനാണ്. ഇനി ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ തോന്നിക്കും. പക്ഷേ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇത് കാണിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് തയ്യെത്തുമ്പോൾ കറക്റ്റായിട്ടാണ് വരിക. അപ്പോൾ ഇതേ മെത്തേഡിൽ ഏത് അളവിലുള്ള കട്ടോരി ബ്ലൗസും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിൽ തന്നെ തയ്യെത്തുമ്പ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചെസ്റ്റിൻ്റെ 6 ഭാഗമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്.
അതേപോലെ 1/6 ഭാഗം കട്ട് ചെയ്യുക. അപ്പോൾ ഏത് അളവാണെങ്കിലും അതേപോലെ 1/6 ഭാഗം കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 36 ആണെങ്കിൽ 6 ഇഞ്ച് കട്ട് ചെയ്താൽ മതി. 40 ആകുമ്പോൾ 6.25 ഇഞ്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ഏത് അളവാണെങ്കിലും അതേപോലെ കട്ട് ചെയ്യുക. ഇവിടെ മുകളിലേക്ക് 1 ഇഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്തുനിന്ന് ഇങ്ങോട്ട് താഴേക്ക് 5.5 ഇഞ്ച് കൊടുക്കുക. ഇവിടെ വന്നിട്ട് മാത്രമാണ് ചേഞ്ച് വരുത്താനുള്ളത്. ഇവിടെ സൈസിനനുസരിച്ച് 2 ഇഞ്ച് എന്നുള്ളത് 1.25 ഇഞ്ചോ 1.5 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. അതേപോലെ ഇങ്ങോട്ട് 2.25 ഇഞ്ച്, ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച് വരേക്ക് ഇങ്ങോട്ട് താഴേക്കും കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.